Hello students, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ലെങ്ത്തിന്റെ പ്രോബ്ലം ഇതായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് വൈയുടെ ഫോർമുല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് വൈയുടെ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഫോമാണ് ആൻഡ് വൈയുടെ ലിമിറ്റ്സുമാണ് തരാറ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വൈ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുല തന്നിരിക്കുന്നത്, പക്ഷേ ലിമിറ്റ്സ് വൈയുടെയാണ് തന്നിരിക്കുന്നത്. ലിമിറ്റ്സ് വൈയുടെ തന്നതുകൊണ്ട് തന്നെ നമുക്കത് വൈയുടെ ഫോർമുലയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ വൈ ഈക്വൽ ടു സംതിങ് തന്നിരിക്കുന്നുണ്ട്. നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ സ്റ്റാർട്ട് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഡിനോമിനേറ്ററിലായതുകൊണ്ട് 0 മുതൽ 2 അല്ല, ഞാൻ ഇത് 1 കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പ്രോബ്ലത്തിൽ. പിന്നീട് അവർ പറയുമ്പോൾ 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ആണ് കേട്ടോ ശരിക്കും വരുന്നത്. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഡെറിവേറ്റീവ് അൺഡിഫൈൻഡ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഉൾപ്പെടുന്ന ഫോർമുല യൂസ് ചെയ്യാൻ പറ്റാതാവുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈ ഈക്വൽ ടു സംതിങ് എന്നുള്ള ആ ഒരു ഫോർമുലുള്ള ആ ഒരു ഇക്വേഷനെ എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോർമുലയ്ക്ക് ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്ത് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിൻ്റെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഉണ്ടോ, തന്നിരിക്കുന്ന റേഞ്ചിനകത്ത് അത് അൺഡിഫൈൻഡ് ആകുന്ന സ്ഥലം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം രണ്ടാമത്തെ ഫോർമുലയിലേക്ക് പോകാൻ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എക്സ് ഈക്വൽ ടു സംതിങ്ങും വൈയുടെ ലിമിറ്റ്സുമാണ് തന്നിരിക്കുന്നത് എങ്കിലും നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോർമുലയ്ക്ക് അതിനെ മാറ്റണം, എന്നിട്ട് വൈയുടെ ലിമിറ്റ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പവർ റിവേഴ്സ് പവർ കൊണ്ട് രണ്ട് സൈഡിലും എടുത്താൽ മതി. നമുക്കതിനെ എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോർമുലയ്ക്കാക്കി മാറ്റാം. പിന്നെ എല്ലാം ഫോർമുലയിൽ പറയുന്ന പ്രകാരം അങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടാം വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. എക്സസൈസിൽ ഇതാ കുറേ പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പ്രോബ്ലംസ് എടുക്കുന്നുണ്ട്. ഒരു 3-4 എണ്ണം നിങ്ങൾ എക്സസൈസിൽ നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ എക്സാമിന് മുമ്പായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഞാൻ ഇന്നത് എന്ന് പറയുന്നില്ല, നിങ്ങൾ സെലക്ട് ചെയ്തൊരു 3-4 എണ്ണം ഹോംവർക്കായിട്ട് അതിൽ നിന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഏരിയാസ് ഓഫ് സർഫസസ് ഓഫ് റെവല്യൂഷൻ ആണ്. ഇപ്പോൾ ലെങ്ത്തിന്റെ ഫോർമുല പറഞ്ഞ കണക്കിന് എങ്ങനെയാണ് സർഫസ് ഏരിയയുടെ ഫോർമുല വരുന്നത് നോക്കാം. ദ ഏരിയ ഓഫ് ദി സർഫസ് ഒബ്റ്റൈൻഡ് ബൈ റിവോൾവിംഗ് ദ ഗ്രാഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി അബൌട്ട് ദി എക്സ് ആക്സിസ്. അബൌട്ട് ദി എക്സ് ആക്സിസ് ആണ് നമ്മളിപ്പോൾ ഒരു കർവിന്റെ പീസിനെ എക്സ് ആക്സിസിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് റിവോൾവ് ചെയ്യാണെന്ന് വിചാരിക്കാം. നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ്. എക്സ് ആക്സിസുമെയാണ് നമ്മൾ ആ കർവ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് എക്സ് ആക്സിസ് നല്ല സ്പീഡിൽ ചുറ്റുകയാണ് എന്ന് വിചാരിക്കുക. അതാ ഇത് ഇതിൽ കണ്ടോ, ഇങ്ങനെ ഇത് റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു സർഫസ് ആണിത്. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സർഫസിൻ്റെ ഏരിയയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എബൌട്ട് എക്സ് ആക്സിസ് ആണ് എങ്കിൽ ഫോർമുല ഇതാണ്. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ വൈ ഇതവിടെ വൈ എഴുതിയിട്ടുണ്ട്, √1 + dy by dx ഹോൾ സ്ക്വയർ dx എന്നാണ് ഫോർമുല വരുന്നത്. എബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ കേട്ടോ. തന്നിരിക്കുന്ന കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുല ആയിരിക്കണം. എക്സിൻ്റെ ലിമിറ്റ്സ് ആയിരിക്കണം തന്നിട്ടുണ്ടാവുന്നത് എങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി find the area of the surface problem നോക്കാം. Find the area of the surface generated by revolving the x-axis, the arc of the parabola y square equal to 4ax from 0, 0 to the point where x equal to a. Okay, അപ്പോൾ ഇവിടെ നോക്കി എബൌട്ട് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്നാണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ വാരിയേഷൻ 0 മുതൽ പോയിന്റ് വേറെ എക്സ് ഈക്വൽ ടു എ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 to a ആണ് എക്സിൻ്റെ വാരിയേഷൻ വരുന്നത്. നമുക്ക് എന്താ വേണ്ടത്, വൈയും വേണം ഡി വൈ ബൈ ഡി എക്സും വേണം അല്ലേ. ഇവിടെ നോക്കി ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ വൈയുടെ ടേംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതിനെല്ലാം നമ്മൾ എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം കേട്ടോ. നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y ഈക്വൽ ടു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 4a വരും. ഫ്രം ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ y വരും. ദാറ്റ്സ് ഈക്വൽ ടു 2a ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ നോക്കിയാൽ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഇൻ്റഗ്രാൻഡിലേക്ക് എഴുതുമ്പോൾ വൈയുടെ ടേം ഒന്നും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുട്ടികൾ എപ്പോഴും തെറ്റിക്കാറുള്ളതാണ്. ഇവിടെ ഈ വൈ തന്നെ ഫോർമുലയിലേക്ക് അങ്ങോട്ട് ഇവിടെ കൊണ്ടുപോയി എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആ വാരിയബിൾ വൈ അവിടെ പ്രസന്റ് ആവാൻ പാടില്ല, അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനൊന്നും പാടില്ല. വൈക്ക് എക്സിന്റെ ടേംസിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്, അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റൂ.
ഓക്കെ, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. അതായത് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു √ax ആണ് കിട്ടും. √4ax അതിൽ നിന്ന് 4 പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു √ax ആണ് കിട്ടും അല്ലേ. ആ ഡെഫിനേഷന് മറക്കരുത്. വൈ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത് കേട്ടോ. ഈ പ്രോബ്ലത്തിൽ എപ്പോഴും വരുന്നൊരു മിസ്റ്റേക്ക് അതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആയാലും വൈ ഉണ്ട്, ഇവിടെ dy/dxലും വൈ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ വൈകളെല്ലാം നമ്മൾ അതിൻ്റെ എക്സിൻ്റെ ടേംസിലുള്ള ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2√ax ചെയ്യുന്നത്. മനസ്സിലായോ? ആ വൈനെ മാറ്റി എക്സിൻ്റെ ടേംസിലേക്ക് അതിനെ കൊണ്ടുവരാൻ. എന്നാലേ നമുക്ക് ഇൻ്റഗ്രേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് √a /√x വരും. ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു √a ഉണ്ട്, വെട്ടിപ്പോയാൽ മുകളിൽ √a, ബാക്കി ഇവിടെ √x. അപ്പോൾ ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു ഫോർമുല ഇതാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π ഇൻ്റഗ്രൽ 0 ടു a. വൈയുടെ പ്ലേസിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ എക്സിൻ്റെ ടേംസിലുള്ള ഫോർമുല, ദാറ്റ് ഈസ് 2 ഇൻറ്റു √ax. പിന്നെ 1 പ്ലസ് dy/dx ഹോൾ സ്ക്വയറിൻ്റെ പ്ലേസിൽ a/x വരും. ഓക്കെ, ദാറ്റ് ഈസ് 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a 2 ഇൻറ്റു √ax. ഇവിടെ LC എടുക്കുമ്പോൾ x പ്ലസ് a/x വരും. ദാറ്റ് ഈസ് 4π √a. പിന്നെ നമുക്ക് ഇവിടെ √x ഉണ്ട്. ഇതിന് റൂട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മുകളിലും താഴെയും റൂട്ട് വരും. അപ്പോൾ ആ √x ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി √x പ്ലസ് a. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4π √a ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ a പ്ലസ് x റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു 2/3 വരും വിത്തിൻ ദ ലിമിറ്റ് 0 ടു a. അപ്പോൾ ഇത് നമുക്ക് ലിമിറ്റ് കൊടുത്ത് എഴുതിയാൽ, ലിമിറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ ഇവിടെ നമുക്ക് 2/3 ഒക്കെ ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതുക കേട്ടോ. 2/3 ഔട്ട് സൈഡ് പോരുമ്പോൾ 8/3 പൈ, പിന്നെ ഇവിടെ 2a ദ ഹോൾ റേസ് ടു 3/2 വരും. അതിൻ്റെയാണ് ഇവിടെ നമുക്ക് ഒരു a ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. ബാക്കി 2√2 ഉണ്ടാവും. പിന്നെ 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് a റേസ് ടു 3/2. ആ രണ്ട് ടേമിൽ നിന്നുമാണ് നമ്മൾ ആ a പുറത്തേക്ക് എടുത്തത്. ഇതിലും ഒരു a ഉണ്ടായിരുന്നു, ഇതിലും ഒരു a ഉണ്ടായിരുന്നു. a അല്ല, a√a ഉണ്ടായിരുന്നു. 3 റേസ് ടു 3/2 അല്ലേ. അപ്പോൾ a റേസ് ടു 3/2 എന്ന് വെച്ചാൽ അതിനെ നമുക്ക് a√a എന്ന് എഴുതാം അല്ലേ. റേസ് ടു 3/2 മീൻസ് a√a അല്ലേ. a റേസ് ടു 3/2 അല്ലെങ്കിൽ a റേസ് ടു 3/2 എന്ന് എഴുതിക്കോ. a റേസ് ടു 3/2 ഇതിന് 2 നമ്മൾ പുറത്തെടുത്തു. ഇവിടെ ഒരു a റേസ് ടു 1/2 ഉണ്ട്, ഇവിടെ ഒരു a റേസ് ടു 1/2 ഉണ്ട്. അപ്പോൾ ആ ഒരു a റേസ് ടു 1/2ഉം ഈ ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത a റേസ് ടു 3/2ഉം ചേർന്നിട്ടാണ് ഇവിടെ a സ്ക്വയർ വരിക കേട്ടോ. ഓക്കെ, ബാക്കി 2√2 മൈനസ് 1 അല്ലെങ്കിൽ 2 റേസ് ടു 3/2 മൈനസ് 1 അങ്ങനെ എഴുതിയാലും മതി. മനസ്സിലായല്ലോ? ഫൈനൽ ആൻസർ എഴുതുമ്പോൾ ഏകദേശം ഒരു ചെറിയ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മതി. കറക്റ്റ് ഇതിൽ തന്നെ ഉള്ളത് നിങ്ങൾ എഴുതിക്കൊള്ളുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഇതിന് പകരം 2 റേസ് ടു 3/2 എന്നാവും എഴുതുക. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അത്യാവശ്യം മാക്സിമം ഒന്ന് ചെറുതാക്കി ഇടുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത പ്രോബ്ലം നോക്കാം. Find the area of the surface generated by revolving about the x-axis the portion in the first and second quadrants of the circle x square plus y square equal to a square. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല. എവിടെ മുതൽ എവിടെ വരെയാണ് വേരിയേഷൻ ഒന്നും പറഞ്ഞില്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് അബൌട്ട് ദി എക്സ് ആക്സിസ്. അബൌട്ട് എക്സ് ആക്സിസ് ആണെന്നുള്ളത് മനസ്സിലായി. ദ പോർഷൻ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഒരു ഗ്രാഫ് വരച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അത് ലെങ്ത്തിന്റെ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഒന്ന് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പറ്റണതൊക്കെ ഒന്ന് വരയ്ക്കാൻ നോക്കിക്കോളൂ. പിക്ചറിനൊക്കെ മാർക്ക് കൊടുക്കാറുണ്ട് ഗ്രാഫിനൊക്കെ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് നോക്കി ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒറിജിൻ സെൻറ്റർ ആയിട്ട് വരുന്നതും റേഡിയസ് a വരുന്നതുമായിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിലെ പോർഷൻ നിങ്ങളൊന്ന് വരയ്ക്കാട്ടെ. ആ സെമി സർക്കിൾ അപ്പർ ഹാഫ് മാത്രമേ കിട്ടുള്ളൂ. അതിന് നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് ടേൺ ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു അപ്പർ ഹാഫ് ഓഫ് ദ സർക്കിൾ ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്തോളൂ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത് പിക്ചർ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് സർക്കിൾ അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിളാണ്, ഒറിജിനാണ് അതിൻ്റെ സെൻറ്റർ വരിക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് അത് a വരെ വാരി ചെയ്യും. ഇപ്പുറത്ത് നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസിൽ അത് 0 മുതൽ a വരെ വാരി ചെയ്യും. ഇപ്പുറത്ത് അതുപോലെ 0 മുതൽ -a വരെ പോവും അതിൻ്റെ റേഡിയസ് അല്ലേ. 0 മുതൽ -a വരെ പോവില്ലേ റേഡിയസ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ പോർഷൻ ആ സെമി സർക്കിള് എക്സ് ആക്സിസുമ്പോൾ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുക? -a മുതൽ +a വരെയാണ് വാരി ചെയ്യുക. പറഞ്ഞത് മനസ്സിലായോ? ആ സർക്കിൾ വരയ്ക്കുമ്പോൾ ഹാഫ് സർക്കിൾ വരയ്ക്കുമ്പോൾ ഒറിജിൻ സെൻറ്ററിലായിരിക്കും.
പിന്നെ അതിൻ്റെ റേഡിയസ് എ ഉള്ളതുകൊണ്ട് എക്സ് ആക്സിസിൽ പോസിറ്റീവ് എ വരെ പോവും. ഇപ്പുറത്തേക്കും അതിൻ്റെ റേഡിയസ് വരുന്നതുകൊണ്ട് എക്സ് ആക്സിസിൽ അത് മൈനസ് എ വരെ പോവും. അപ്പോൾ മൈനസ് എ മുതൽ പ്ലസ് എ വരെ ആയിരിക്കും അതിൻ്റെ എക്സിൻ്റെ വാരിയേഷൻ വരുന്നുണ്ടാവുക. അത് കൃത്യമായിട്ട് പിക്ചറിൽ മാർക്ക് ചെയ്ത് കാണിക്കണം കേട്ടോ. സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ ചോദിച്ചാൽ മതി, ഞാൻ വരച്ചു തരാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് എ മുതൽ പ്ലസ് എ വരെയാണ് അതിൻ്റെ വാരിയേഷൻ വരുന്നത്. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് അറിയണം. അപ്പോൾ ഈ തന്നേക്കണ ഇക്വേഷനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 2x പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും. y ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഇപ്പുറത്തെ സൈഡിൽ 0. അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ബൈ വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എ ടു എ y ഇൻറ്റു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ 2π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എ ടു എ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഡി എക്സ്. ഇവിടെ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത് ലാസ്റ്റ് കാൽക്കുലേഷൻ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ വൈനെ മാറ്റിയിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിന് വേറെ ഇനി വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്ട് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വൈനെ മാറ്റിക്കളഞ്ഞാൽ മതി. വൈക്ക് പകരം എക്സിൻ്റെ ടേംസിലുള്ള ഫോർമുല എഴുതിയാൽ മതി. വേറെ ഏത് ഫോർമുലയാണോ വൈനെ ഒഴിവാക്കിയിട്ടുള്ള വൈയുടെ എക്സ്പാൻഷൻ ഏതാണോ അത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2π ഇൻറ്റു വൈ ഇൻറ്റു പിന്നെ ഈ ബ്രാക്കറ്റിൽ എൽ സി എടുക്കാം. റൂട്ടിൻ്റെ ഉള്ളിൽ എൽ സി എടുക്കാം. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ വരും ഡി എക്സ്. നമുക്കറിയാം വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അടിയിൽ ഒരു വൈ സ്ക്വയർ ഉണ്ട്, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ വൈ വരും. വൈ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ വൈ വരും. ആ വൈയും ഈ വൈയും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയൊക്കെ പോകുന്നുള്ളതുകൊണ്ടാണ് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ഫുൾ കഴിഞ്ഞ ശേഷം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വീണ്ടും വൈ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ഇവിടെ വൈക്ക് വേറെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ബുദ്ധിമുട്ടല്ലേ. അതിലും നല്ലത് മൊത്തം കാൽക്കുലേഷൻ ചെയ്തിട്ട് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റിയ ശേഷം നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വൈയുടെ എല്ലാ ടേംസും മാറ്റി അതിന് പകരം എക്സിൻ്റെ ടേംസ് ആണോ കോൺസ്റ്റൻ്റ് ആണോ ഏതാ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അതാണ് വേണ്ടത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ റൂട്ട് എ സ്ക്വയർ ഡി എക്സ് വരും. എന്ന് വെച്ചാൽ എ വരും ഇവിടെ അല്ലേ. അപ്പോൾ 2π എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം. ബാക്കി ഇൻറ്റഗ്രൽ മൈനസ് എ ടു എ ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുത്ത് വരുമ്പോൾ 4π എ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ് y ഈക്വൽ ടു 2 റൂട്ട് എക്സ് വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എബൌട്ട് ദി എക്സ് ആക്സിസ്. കർവും തന്നിട്ടുണ്ട്, വാരിയേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാരിയേഷൻ തരാത്തപ്പോഴാണ് നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കേണ്ടത് അത്യാവശ്യം വരിക. അങ്ങനത്തേൽ നമുക്ക് ചിലപ്പോൾ വരച്ചു നോക്കിയാലാണ് എവിടെ മുതൽ എവിടെ വരെ എക്സ് വാരി ചെയ്യുന്നു എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ തന്നിരിക്കുന്ന കേസിൽ പിന്നെ ഗ്രാഫ് വരച്ചില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫോർമുല ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. A1 ആണ്, B2 ആണെന്നറിയാം. y ഈക്വൽ ടു 2 റൂട്ട് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ റൂട്ട് എക്സ് എന്ന് കിട്ടും. എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുലയിൽ വൈയുടെ പ്ലേസിൽ 2 റൂട്ട് എക്സ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എൽ സി എടുത്തു. കാൽക്കുലേഷൻ്റെ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ക്യാൻസൽ ചെയ്ത് പോവും. ഇത് മാത്രമാവും. ഈ സ്റ്റെപ്പിലേക്ക് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഈ വാല്യൂ കിട്ടും. റൈസ് ടു 3/2നെയാണ് ഈ 3 റൂട്ട് 3 എന്നും 2 റൈസ് ടു 3/2നെയാണ് 2 റൂട്ട് 2 എന്ന് എഴുതിയിരിക്കുന്നത്. അതിലൊന്നും ഡൗട്ടില്ലല്ലോ. ഇതൊക്കെ അങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് സർഫസ് ഒബ്റ്റൈൻഡ് ബൈ റിവോൾവിംഗ് ദ ഗ്രാഫ് ഓഫ് എക്സ് ക്യൂബ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എബൌട്ട് ദി എക്സ് ആക്സിസ്. അതും ഈ പറഞ്ഞ കണക്കിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ലിമിറ്റ് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ വൈയുടെ വാല്യൂ എക്സ് ക്യൂബ് എന്നുള്ളത് ലാസ്റ്റിലുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫോർമുല നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് 9x റൈസ് ടു 4 വരിക. അങ്ങനത്തെ നമുക്കറിയാം. അങ്ങനത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പുട്ട് u ഈക്വൽ ടു എക്സ് റൈസ് ടു 4. സോ ദാറ്റ് du is equal to 4x cube dx. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് ക്യൂബ് ഡി എക്സ് ഉണ്ട്. അപ്പോൾ അതിന് പകരം du/4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ du/4 എഴുതുക. ഇവിടെ 1 പ്ലസ് 9u എഴുതുക. du/4ൻ്റെ 4 ഇങ്ങോട്ട് പോന്നിട്ടാണ് അത് π/2 ആയത്.
പിന്നെ ഇത് നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 1 + v raised to 3/2. വീണ്ടും നമ്മൾ u =